നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഹൈക്കോടതി രണ്ടും കൽപ്പിച്ചാണ് ശബരിമല കേസിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഏത് ആൾക്കാരൊക്കെയാണോ ഇതിന്റെ പിറകിലുള്ളത്, കള്ളന്മാരെ കയ്യോടെ തൂക്കാനുള്ള എല്ലാവിധ നടപടികൾ ഇപ്പോൾ ഹൈക്കോടതി തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഹൈക്കോടതി വിചാരണയായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ വളരെ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണം എന്നുള്ളത്. രണ്ടാമത് ഗൂഢാലോചന നടത്തിയത് എത്ര വമ്പന്മാരാണെങ്കിലും പൊക്കി തൂക്കിയെടുത്ത് കൊണ്ടുവരണം എന്നുള്ളത്. മൂന്നാമത് ഈ ഒരു 10-15ഓളം പേരുടെ പേരാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ കൂടുതൽ ശക്തമായിട്ട് തന്നെ ഈ അന്വേഷണം മുൻപോട്ട് പോകണം എന്നുള്ള നിരവധി കാര്യങ്ങൾ കോടതി ഇന്ന് പരാമർശിച്ചിരിക്കുന്നു. സർക്കാരിനെതിരെ കൂടി മൂന്നാമതൊരു കേസ് കൂടി ഹൈക്കോടതി സ്വമേധയാ എടുത്തിരിക്കുന്നു. അതാണ് ഏറ്റവും അധികം നിർണായകമായിട്ടുള്ളത്. അതായത് വിജിലൻസിനും ദേവസ്വം ബോർഡിനും സർക്കാരിനും വിജിലൻസിനും ഒക്കെ എതിരായിട്ട് കോടതി തന്നെ സ്വമേധയാ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ വളരെ നിർണായകമായ നീക്കങ്ങളാണ് ഹൈക്കോടതി ഈ ഒരു ശബരിമല വിഷയവുമായിട്ട് മുൻപോട്ട് പോയിരിക്കുന്നത്. പണ്ടെങ്ങുമില്ലാത്ത കോടതിയുടെ പുതിയ നിർദ്ദേശങ്ങൾ, പുതിയ രീതികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെ, ഇപ്പൊ എന്തു തന്നെ വന്നാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് കോടതിക്ക് പുറത്ത് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗൂഢാലോചന പുറത്തു വരണം എന്നുള്ളത് നിഷ്കർഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് അടച്ചിട്ട കോടതി മുറിയിൽ രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയാണ് പ്രത്യേക അന്വേഷണ സംഘം കൈമാറിയ റിപ്പോർട്ട് കോടതി പരിശോധിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം നേതാവ് നേരിട്ട് എത്തി തന്നെയാണ് ഇത് കോടതിയിൽ കൊടുത്തത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അഭിഭാഷകരെയും ഉൾപ്പെടെയുള്ളവരെ പുറത്തിറക്കിയിട്ടാണ് ഈ റിപ്പോർട്ട്. സാധാരണ ഈ രഹസ്യ സ്വഭാവമൊക്കെ നമ്മൾ റേപ്പ് വിക്ടിംസ് ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിലാണ് വളരെ നിർണായകമായിട്ടുള്ളൊരു തീരുമാനം കോടതി എടുത്തിട്ടുള്ളത്. അല്ലാതെ മറ്റു ഒരു കേസുകളിലും വളരെ സുതാര്യമായിട്ട് നടത്തിരുന്ന കോടതിയാണ് ശബരിമല വിഷയത്തിൽ. ഒരുപക്ഷെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ പോലും ഇത്തരത്തിൽ ഒരു സ്വകാര്യത ഇല്ലാത്ത കോടതി ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വളരെ രഹസ്യ സ്വഭാവം വേണം എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോടതി ഇതിലെന്തായാലും ഗൂഢാലോചനയുണ്ട്. ഇതിൽ ആദ്യത്തെ പ്രതിപട്ടികയിൽ നിൽക്കുന്നവരാണ് സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും. അപ്പോൾ ഇനി ഇതിൽ വരുന്ന എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായാലും ഇതെല്ലാം ഇവർ ചോദിക്കുകയാണെങ്കിൽ പ്രതികൾ എന്ന നിലയ്ക്ക് ഉണ്ണീഷൻ പോറ്റിക്കും സ്മാർട്ട് ക്രിയേഷൻസിനും കൊടുക്കേണ്ടി വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനെയും ദേവസ്വം വിജിലൻസിനെയും സർക്കാരിനെയും മാത്രം എതിർകക്ഷികളാക്കി രണ്ടാമതൊരു കേസ് കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു രഹസ്യ സ്വഭാവം എന്ന് പറയുന്നത് പല കാര്യങ്ങളും മാധ്യമങ്ങൾ ഏറ്റെടുത്ത് ഒരു വിചാരണ ചെയ്യുന്ന ഒരു സ്വഭാവം ഇപ്പൊ വന്നിരിക്കുന്നു. ഒരു പക്ഷെ അത് കോടതി ആദ്യമേ അത് വിലക്കിയിരുന്നു. ഈ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഇതിന്റെ മുകളിലേക്കുള്ളവരിലേക്ക് എത്തിയാൽ അത് തടയിടാൻ ശക്തിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനോ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒരുപക്ഷെ കൈക്കലാക്കാനോ ഒക്കെ സാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും വളരെ രഹസ്യ, എന്നാലും അറിയും, ഈ പറയുന്ന ഉന്നത തലത്തിലുള്ളവരൊക്കെ അറിയാൻ സാധ്യതയുണ്ട്, നമ്മൾ അറിഞ്ഞില്ലേലും. പക്ഷെ എന്നാലും അവിടെ ഒരു രഹസ്യ സ്വഭാവം എല്ലാത്തിനും വിചാരണ സമയത്തെല്ലാം കോടതി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണീഷൻ പോറ്റി പറഞ്ഞതിൽ ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ വളരെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ SITക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇനി മേലാൽ എടുക്കുന്ന കാര്യങ്ങൾ പ്രതിഭാഗം സമർപ്പിക്കുന്ന, കാരണം ദേവസ്വം വിജിലൻസും ബോർഡും എല്ലാം പറയുന്ന കാര്യങ്ങൾ ഇതൊന്നും തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കോ അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്കോ എത്തേണ്ട ആവശ്യമില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് ഈ രണ്ടാമതൊരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ രണ്ടാമതൊരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പറയുന്ന കാര്യങ്ങൾ അതിൽ തന്നെ മാറി നിൽക്കും. അതിനൊരു രഹസ്യ സ്വഭാവം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി പുറത്തുള്ള ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള വലിയ മീനുകളെ പിടിക്കാൻ പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ SITയുടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു കൃത്യതയിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷെ അതിലെ 1-2 ഉദ്യോഗസ്ഥരെ പറ്റിയും തെറ്റായ പരാമർശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട്. പക്ഷെ നിലവിൽ തൃപ്തികരമെന്ന് VD സതീശൻ പറയുന്നുണ്ടെങ്കിലും BJP ഉൾപ്പെടെയുള്ള ഒരു CBI അന്വേഷണം കൂടി വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു. ഏതായാലും ഈ ഒരു ശബരിമല വിഷയം, ഈ ഒരു സ്വർണ്ണക്കൊള്ള ഉണ്ണികൃഷ്ണനിൽ തന്നെ ഒതുങ്ങി നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചെടുത്താണ് ഇന്ന് ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക ഒരു വിധി നമുക്ക് സ്വമേധയാ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് നിൽക്കില്ല എന്ന് കൊണ്ടുപോയില്ല. ഇതിനൊപ്പം തന്നെ ഏറ്റവും ഇനി ചിന്തിക്കേണ്ടത് ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും അടക്കം ശബരിമലയിലെ സ്വർണം പോയിട്ടുണ്ട്. ഈ പോയ വഴികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം.
ഇതുകൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് SPS ശശിധരൻ മുദ്രവെച്ച കവറിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയതാണ് മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഹാജരാക്കിയ കവറിൽ ഒരുപക്ഷെ കോടതിക്ക് ബോധ്യപ്പെട്ട് കാണും പല ഉന്നത വ്യക്തികളും അല്ലെങ്കിൽ സ്വമേധയാ കേസെടുത്ത് എന്തിനാണ് സർക്കാരിനെ ഇതിൽ പ്രതിപട്ടിയിലാക്കിയിരിക്കുന്നത്. അപ്പൊ സർക്കാരിലേക്കും പ്രതി ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ അവസാനത്തെ നിഗമനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ മാത്രമല്ല, ദേവസ്വം ബോർഡ്, വിജിലൻസ്, ദേവസ്വം ബോർഡ്, ഇവര് 3 പേരെ പ്രതിപട്ടികയിലാക്കിക്കൊണ്ട് പുതിയൊരു കേസ് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. കൃത്യമായിട്ട് അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദേവസ്വം പ്രസിഡന്റിലേക്കും ദേവസ്വം മന്ത്രിയിലേക്കും ഈ പറയുന്ന പിണറായി വിജയനിലേക്കും ചെല്ലാൻ അധിക സമയമില്ല, അതിവിദൂരമല്ല സംഗതി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഏതായാലും ഹൈക്കോടതി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരിൽ നിന്നും SPS ശശിധരനിൽ നിന്നും ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറിൽ നിന്നും അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ദേവസ്വം സർക്കാർ അഭിഭാഷകരെ കൂടി കോടതിയിൽ പ്രവേശിപ്പിച്ചത്. എന്നിട്ട് ശേഷമാണ് ഇടക്കാല ഉത്തരവ് പറയുന്നത്. അന്വേഷണ സംഘവും നിലവിൽ അനുവദിച്ച 6 ആഴ്ചയ്ക്ക് പുറമെ അന്വേഷണത്തിന് 2 ആഴ്ച കൂടി വേണമെന്ന സമയം നീട്ടിച്ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ 6 ആഴ്ച കൊണ്ട് ഇത്രയും കാര്യങ്ങൾ, കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ സ്വർണം ഉരുക്കിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ഈ സ്വർണപ്പാളി ഉണ്ടല്ലോ, ദ്വാരപാലക ശില്പത്തിൽ ഉണ്ടായിരുന്ന സ്വർണപ്പാളി ഉണ്ടല്ലോ, അത് ഇളക്കിയെടുത്ത് അതിനെ ഉരുക്കി സ്വർണം എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് എവിടേക്കൊക്കെ പോയി, കാരണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറപ്പിച്ചു പറയുന്നു. അതുവരെയുള്ള കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉറപ്പുണ്ട്. പക്ഷെ സ്വർണം എവിടേക്കാണ് പോയത് എന്നതിനെ കുറിച്ച് അത് എല്ലാവർക്കും അതിന്റെ പങ്ക് പോയി. ഇത് ഇന്നലെ നമുക്ക് ഒരു പക്ഷേ അന്വേഷണ സംഘത്തെ ആ ഒരു രീതിയിൽ നിന്നും കിട്ടിയ വാർത്തകൾ അനുസരിച്ച് 2019 ദ്വാരപാലക ശില്പം, വിജയമല്യ കൊടുത്ത ദ്വാരപാലക ശില്പവും വാതിലുകളും ഏകദേശം 2 കിലോയിൽ പുറത്ത് വരുന്ന സംഗതികളെല്ലാം തന്നെ അതുപോലെ തന്നെ ഒന്ന് വാതിലുകൾ മുരാരി ബാബുവിനും മറ്റേത് എവിടെയെന്ന് ദ്വാരപാലക ശില്പം എവിടെയെന്നും ഉള്ളത് അറിയില്ല. നിലവിൽ യഥാർത്ഥ സംഗതികൾ എവിടെയെന്നുള്ളത് അറിയില്ല. ഈ ദ്വാരപാലക ശില്പം മാത്രമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ ഉരുക്കാൻ കൊടുത്തത്. ഉരുക്കി എടുത്തതിന് ശേഷമുള്ള ഒറിജിനൽ അതായത് വിജയമല്യയുടെ സ്വർണത്തിൽ സ്വർണപാളി ചെയ്തിട്ടുള്ള ആ ദ്വാരപാലക ശില്പം പിന്നീട് അത് ആർക്ക് വിറ്റു എന്നുള്ളത് അറിയില്ല. രണ്ടാമത് കൊണ്ടുവച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത ദ്വാരപാലക ശില്പവും വാതിലുമാണ്. അതായത് ഇപ്പോൾ നിലവിൽ ശബരിമലയിൽ ഇരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്തിട്ടുള്ള ദ്വാരപാലക ശില്പവും വാതിലുകളുമാണ്. ഇത് പലരും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്പോൺസർഷിപ്പ് അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാ വർഷവും ഇത് തന്നെ പറഞ്ഞ് സ്പോൺസർഷിപ്പിൽ അതിൽ നിന്ന് ഊറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇത്രയും, അതായത് 8-9 വർഷത്തെ കൊള്ള മാത്രമല്ല, പഴയ സംഗതി അന്ന് വിജയമല്യ കൊടുത്ത ആ ശില്പങ്ങള്, ആ വാതിലുകള്, ഇതൊക്കെ എവിടെ എന്നുള്ളൊരു ചോദ്യം കൂടി ഒരുപക്ഷെ ഹൈക്കോടതി ചോദിച്ചിരിക്കാം. അങ്ങനെയെങ്കിൽ കോടതിക്ക് കൃത്യമായി വന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. അന്ന് സ്ത്രീ പ്രവേശന സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അന്നത്തെ മന്ത്രിയിലേക്ക്, ദേവസ്വം മന്ത്രിയിലേക്കും പിണറായി സർക്കാരിലേക്കുമാണ് ഈ കേസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ന് സ്വമേധയാ ഹൈക്കോടതി കേസ് എടുത്തിട്ട് 3 പേരെ കൂടി പ്രതിപട്ടികയിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തയിടെയെങ്കിലും പിണറായിക്ക് ഇതിൽ നിന്നൊരു മോചനമില്ല എന്നുള്ളതാണ്. അയ്യപ്പൻ കൃത്യമായിട്ട് കൊടുത്തു പണി എന്നുള്ളത് തന്നെയായിരിക്കും. എന്ന് മാത്രമല്ല, ഇനി എല്ലാ 10 ദിവസം കൂടുമ്പോഴും കേസിന്റെ പുരോഗതി കോടതിയെ അറിയിക്കണം. അതെ, കാരണം അത് ഒരു പക്ഷെ ഒരു കോടതി ഇത്രയും ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല. ഹൈക്കോടതി ഇപ്പോൾ പറയുന്ന ഓരോ 10 ദിവസം കൂടുന്തോറും കൃത്യമായിട്ട് കോടതിയെ അറിയിക്കണം. പക്ഷെ മറ്റൊരു കേസിലും ഇല്ലാത്തൊരു പ്രത്യേകത ശബരിമല കേസിൽ കാണുന്നുണ്ട്. അത് ഒരു പക്ഷേ കേന്ദ്രത്തിന്റെ കുറച്ച് ഫോഴ്സാണ്, അത് കോടതിയുടെ തന്നെ സ്വമേധയാ ഉള്ള ഒരു ബലമാണോ, ഇനി അയ്യപ്പൻ കൊടുക്കുന്ന ചില കാര്യങ്ങളാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഈ ഒരു കേസ് തന്നെ പല കാര്യങ്ങൾ ഇതിൽ വിചിത്രമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം സ്വമേധയാ കോടതി ഓരോ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സ്വമേധയാ കോടതി കേസ് എടുക്കുന്നത്, ഇന്ന് പോലും കോടതി എടുത്തത് നിലവിലുള്ള വിജിലൻസിന്റെ അന്വേഷണവും SITയുടെ അന്വേഷണവും കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് അതിൽ നിന്നും ഹൈക്കോടതിക്ക് കിട്ടിയ ഒരു അനുമാനത്തിലാണ് ഇന്ന് സർക്കാരിനെ ഉൾപ്പെടെ പ്രതിപട്ടികയിലാക്കിക്കൊണ്ട് ഇന്ന് കോടതി കേസെടുത്തിരിക്കുന്നത്. അതിൽ കേസെടുക്കാൻ കാരണം ഈ അന്വേഷണത്തിന്റെ രഹസ്യ സ്വഭാവം കൂടി മാനിച്ചുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ഒക്കെ പ്രതിപട്ടികയിലാക്കുകയാണെങ്കിൽ ആ ഒരു രഹസ്യ സ്വഭാവം കുറച്ചുകൂടി ഊർജിതമാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൽ നിന്ന് വരുന്ന ഒരു കാര്യം ഒറ്റയൊരെണ്ണം പുറത്തുവിടത്തില്ല, സർക്കാർ ഉൾപ്പെടെ പുറത്തുവിടാൻ സാധ്യതയില്ല. ഇത് പുറത്തുവിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തൊരു ഗൂഢാലോചന. പക്ഷെ ഇനി
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ തൽക്കാലം റിമാൻഡിലാണ്. പക്ഷെ എന്ന് പുറത്തേക്ക് വരുന്നോ, നമുക്കറിയാം ശിവശങ്കറൊക്കെ 8 നില പൊട്ടി സമസ്ത അപരാധവും പറഞ്ഞ് എല്ലാം തോളിലോട്ട് ഏറ്റി വെക്കുന്ന രംഗം നമ്മൾ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും കണ്ടിട്ടുള്ളതാണ്. ഇനി അത്തരത്തിൽ പോറ്റി എല്ലാം സ്വമേധയെ ഏറ്റെടുക്കുമോ എന്നുള്ളത്. പക്ഷെ ഇവിടെയും പാളിപ്പോയി എന്നുള്ളതാണ്. ഇതിപ്പോൾ പോറ്റിയുടെ കയ്യിൽ നിന്നില്ല, സ്മാർട്ട് ക്രിയേഷന്റെ കയ്യിൽ നിൽക്കില്ല. ഇതിന് തക്ക രീതിയിൽ പാളികൾ എടുത്തതിനും വെച്ചതിനും ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിലെ അന്നത്തെ ജീവനക്കാരും പ്രസിഡന്റും ഒക്കെ കുടുങ്ങുകയാണെങ്കിൽ ഇതിന്റെ പിറകിൽ ആരുണ്ടെങ്കിലും അവരെ ഇത്രയും പേരെ ഒരു പക്ഷേ ഇതിന്റെ വലിയ മീനുകൾ, വലിയ തിമിംഗലങ്ങൾ ഈ പറയുന്ന ഭീഷണിപ്പെടുത്തിയോ മറ്റേതെങ്കിലും തരത്തിലോ പണം കൊടുത്തോ ഒക്കെ സ്വാധീനിച്ചാലും ഈ പറയുന്നോണം ക്ഷേത്രത്തിന്റെ കള്ളത്തരം ചെയ്ത കള്ളൻ, അമ്പലക്കള്ളൻ എന്നുള്ള പേര് കേൾക്കാൻ ഒരാളും ആഗ്രഹിക്കത്തില്ല ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തി. ഇനി എത്ര കോടികൾ കിട്ടിയെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ അതും ഒരു വിഷയമായിട്ട് വരും. അങ്ങനെയെങ്കിൽ ഇതിലെ തിമിംഗലങ്ങൾ, നമ്മളിപ്പോൾ സർക്കാരിനെ കുറ്റം പറയുന്നില്ല, രാഷ്ട്രീയക്കാരെ കുറ്റം പറയുന്നില്ല, അന്നത്തെ ദേവസ്വം മന്ത്രിയെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതിലെ വലിയ തിമിംഗലങ്ങൾ ഉണ്ടെങ്കിൽ എത്ര സ്വാധീനിച്ചാലും സ്വാധീനിക്കാൻ പറ്റാത്തത്ര ഉദ്യോഗസ്ഥർ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. ഇവര് ഇനി അവരോട് ചേർന്ന് നിൽക്കുമോ എന്നുള്ളതാണ്, നിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം. കാരണം ഇത്തരത്തിലുള്ള സംഗതികൾ വരുമ്പം അവർ കൃത്യമായിട്ട് ഒരു സാക്ഷിയായിട്ട് മാറാനേ ആഗ്രഹിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ചിലവർ അതിനകത്ത് കൃത്യമായിട്ട് പെടും. അങ്ങനെ ആ ഒരു തീരത്തിലെത്തിയാൽ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ സർക്കാരും പെടും എന്നുള്ളതാണ് അവസാനം വരുന്നത്. അങ്ങനെയെങ്കിൽ അയ്യപ്പൻ വെറും ഒരു മിത്ത്, ഗണപതി ഒരു മിത്ത് എന്ന് പറഞ്ഞവർക്കൊക്കെ തലക്കിട്ട് അടി കൊടുത്തിരിക്കുകയാണ്, ശൂലം കൊണ്ട് അടി കൊടുത്തിരിക്കുകയാണ് അയ്യപ്പൻ. മാത്രമല്ല ഇതിൽ ഈ ഒരു കേസിൽ ഞാൻ 1-2 വാർത്തകൾ ഡിജിറ്റൽ മീഡിയയിൽ പലരും പറഞ്ഞതാണ്. ഈ ഒരു സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് പല കേസുകൾ അന്നെടുത്ത ഒരു പക്ഷേ മനോജ് ഇബ്രഹാം എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം ഇപ്പോൾ വലിയൊരു വിശ്വാസിയായിട്ട് മാറിയിരിക്കുകയാണ്. മീൻസ് ഹിന്ദുമത വിശ്വാസിയല്ല, ക്രിസ്ത്യൻ മത വിശ്വാസിയായിട്ടൊക്കെ മാറിയിരിക്കുന്നു എന്നത് എനിക്കറിയാൻ പറ്റുന്നില്ല അത് ശരിയാണോ എന്നുള്ളത്. രണ്ടാമത് നമ്മൾ കണ്ടതാണ് ഒരു പക്ഷേ അന്നത്തെ ഈ പറഞ്ഞ വില്ലേജ് ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അന്നത്തെ കാര്യങ്ങളുമൊക്കെ ചെയ്ത നമ്മുടെ നവീൻ ബാബുവിൻ്റെ കാര്യം. അന്ന് കൃത്യമായിട്ട് അദ്ദേഹമാണ് ഇതിൻ്റെ ഈ ഉത്തരവുകളൊക്കെ ഇറക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൂടാത്തത്. എന്നാലും ബിന്ദു അമ്മിണി, കനകദുർഗ, രഹ്ന ഫാത്തിമയൊക്കെ ഇപ്പോൾ സമൂഹത്തിൻ്റെ ഏത് നിലയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ചോദ്യം ചെയ്യാനോ പറയുവാനോ ഒന്നും ഇല്ല. പക്ഷേ വിശ്വാസം എന്നത് ഇന്ന് ബിന്ദു അമ്മിണി പറഞ്ഞ ഒരു മറ്റേ NK പ്രേമചന്ദ്രൻ പറഞ്ഞു ബീഫും പൊറോട്ടയും കഴിച്ചിട്ടാണ് ബിന്ദു അമ്മിണി അന്ന് മല കയറ്റിച്ചതെന്ന്. പക്ഷെ അവരത് പറയുന്നില്ല, അതിന് പകരം പോസ്റ്റ് ഇട്ടു എനിക്ക് കപ്പയും ബീഫുമാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ഇന്ന് അവരുടെ ഒരു മാധ്യമത്തിൽ അവരുടെ ഒരു വാർത്ത ഞാൻ കണ്ടതാണ്, അവർ ഞാൻ കേട്ടതാണ്. അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ, അത് സ്ത്രീകളുടെ ഈ ഉന്നമനത്തിന് അല്ലെങ്കിൽ സ്ത്രീകളെ ഈക്വലൈസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അന്ന് കയറിപ്പോയത്. അപ്പോൾ വിശ്വാസമില്ലേ? വിശ്വാസമില്ല. അത് അവർ തന്നെ പറയുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല. ഏത് സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ മല ചവിട്ടിയത്? ഏതെങ്കിലും സ്ത്രീ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന, അയ്യപ്പ ഭക്തിയുള്ള, അല്ലെങ്കിൽ കൃഷ്ണനിൽ ഭക്തിയായിട്ടുള്ള രാധയും മീരയൊക്കെ പോലെ അയ്യപ്പനിൽ അത്രമാത്രം ഭക്തിയുള്ള, അയ്യപ്പനെ ഒരു നോക്കാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മെൻസ്ട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ മെൻസസ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകളോ പെൺകുട്ടികളോ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് ഞങ്ങൾക്കൊന്ന് പോയി കാണുമെന്ന്? അങ്ങനെ ഒരു 100 പേരെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടി, യഥാർത്ഥ ഭക്തകളെ അല്ലേ കൂട്ടത്തിൽ കൂടി നിങ്ങൾ മല ചവിട്ടിച്ചാൽ നമുക്കൊക്കെ അംഗീകരിച്ചു കൊടുക്കാം. അല്ലാതെ നിങ്ങൾ 3 പേരും, ഇവർ 3 പേരും ആക്ടിവിസ്റ്റുകളാണ്. സ്ത്രീ ഉന്നമനത്തിന് വേണ്ടി ക്ഷേത്രങ്ങളിലല്ല കയറേണ്ടത്. സ്ത്രീ ഉന്നമനത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന നിരവധി കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ കണ്ടതാണ് പേരൂർക്കടയിലെ ബിന്ദു എന്ന ദളിത് യുവതിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ, നിരവധി വിഷയങ്ങൾ. ഇതിനിടയ്ക്ക് ഒരു പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചപ്പോൾ സ്റ്റേജിലേക്ക് അതിനെ അനുമോദിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് അത് കയറിയപ്പോൾ സമസ്തയാണെന്ന് തോന്നുന്നു അന്നത്തെ കുറേ ആൾക്കാർ അവിടെ കൊണ്ട് മൈക്കിലൂടെ പറഞ്ഞു ഈ പെൺകുട്ടി ആരാണ് സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റിയതെന്ന്. അപ്പം അത്തരത്തിലുള്ള വിശ്വാസികളുടെ ഇടയിലേക്ക് ചെന്ന് ആ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് ഒന്ന് ശ്രമിക്കുക. രഹ്ന ഫാത്തിമയ്ക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രമല്ലല്ലോ മുസ്ലിം പള്ളിയിൽ കയറാനുള്ള ആഗ്രഹമൊക്കെ കാണുമല്ലോ. അത്തരത്തിൽ ഒന്ന് കയറി നോക്കൂ എന്നുള്ളതേ പറയാം. അല്ല ക്ഷേത്രങ്ങളിൽ തന്നെ നിങ്ങളിങ്ങനെ ആക്ടിവിസം കാണിക്കാതെ അല്ലേ മറ്റുള്ള ഇതിലും കൂടെ കാണും. അപ്പം ബിന്ദു അമ്മണി ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ മെൻസസ് ആയ സ്ത്രീകൾ ക്ഷേത്രത്തിൽ കയറി എന്താ കുഴപ്പം, ഈക്വലൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എന്താണെന്ന് പഠിക്കുക.
നിങ്ങൾ ആക്ടിവിസ്റ്റുകൾ കാണിക്കേണ്ടുന്ന സമൂഹത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് അവിടെ ഒരു ഈക്വലൈസേഷന് വേണ്ടിയിട്ടാണ്, അല്ല മതാചാരങ്ങളിൽ തൊട്ട് കാണിച്ചിട്ട് അതിൽ ഈക്വലൈസേഷന് വേണ്ടിയിട്ടല്ല. അതിൽ വിശ്വാസികൾ പറയട്ടെ, അല്ലേ, ഭക്തർ പറയട്ടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മിനിമൈസേഷൻ ഉണ്ട്. പണ്ടൊക്കെ ഈ പറയുന്നോണം സവർണ അവർണ മേധാവിത്വമൊക്കെ നടന്ന സമയത്ത് ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ നടത്തിയിരുന്ന കാലത്ത് അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ചില ആചാരങ്ങളുടെ മേല് കടുത്ത നിയന്ത്രണങ്ങൾ ഈക്വലൈസേഷനും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അയ്യപ്പനും സഹിക്കൂല, അയ്യപ്പ ഭക്തരും സഹിക്കൂല എന്നതുകൂടി ഓർമ്മിപ്പിക്കുക. ഈ സമയത്ത് നമ്മളുടെ ആ വിഷയമല്ല ഇതിപ്പോൾ. നിലവിൽ ഈ ഒരു സംഗതി വന്നപ്പോൾ ഇപ്പോൾ പെട്ടിരിക്കുന്ന സർക്കാരാണ്, ഇനി ഒന്നും ചെയ്യാത്ത അവസ്ഥ. കാരണം പ്രതിപട്ടികയിലാക്കിയിരിക്കുന്നു സർക്കാരിനെ എന്നുള്ള ഒരു പുതിയ വാർത്ത. ഒരുപക്ഷെ അത് അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിന്മേൽ ഒരുപക്ഷെ പിണറായിയും സർക്കാരും കാണിച്ച ചില നൂലാമാലകൾക്കുള്ള നല്ല ഒന്നാന്തരം അടി തന്നെയായിരിക്കാം ഇത്.